ദീപാവലിയൊക്കെ അടുത്തല്ലോ. അപ്പം നമുക്ക് ദീപാവലിക്ക് സ്വീറ്റ്സും സേവറീസും ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അതല്ലാതെ തന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാനും ഒക്കെ ചായയുടെ കൂടെയൊക്കെ കുറച്ച് കടിക്കാനും കുറിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു 4 റെസിപ്പീസാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന 4 ഐറ്റംസിൻ്റെ റെസിപ്പീസാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റുന്ന റെസിപ്പീസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വന്ന ഒരു പൊട്ടുകടല കൊണ്ട് മുറുക്ക്, വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൊട്ടുകടല മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് റോസ്റ്റ് ആവണം കേട്ടോ. ഇതായിട്ടുണ്ട്. തണുത്താൽ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇനി മുറുക്കൻ്റെ മിക്സ് റെഡിയാക്കാം. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ, സാധാരണ റൈസ് പൗഡറിന് കിട്ടുന്നത്. അതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടലയുടെ പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. മുളക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായം, കായത്തിൻ്റെ പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടീസ്പൂൺ ബട്ടർ. ബട്ടർ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ബട്ടറൊക്കെ ഇടുമ്പോൾ നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. ബട്ടർ എല്ലാവിടെയും ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് മുറുക്കിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാനിത്തിരി കൈ കൊണ്ട് കുഴക്കുകയാണ്. അപ്പോൾ അതാ മിക്സ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള മുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നല്ല മുള്ളു മുറുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ മുറുക്കുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. മറിച്ചിടാം. ആയിട്ടുണ്ട്. ഇപ്പം അത് ആവാറായിട്ടുണ്ട്. സൗണ്ടൊക്കെ നല്ലോണം നിൽക്കാൻ തുടങ്ങി. മുറുക്ക് റെഡി. നല്ല കറുമുറ മുറുക്കാട്ടോ. അധികം എണ്ണയൊന്നും ഇതിൽ കുടിക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടലയുടെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അടിപൊളി കറുമുറ മുറുക്ക് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നല്ല സൂപ്പറായിട്ടുള്ള മുറുക്കാണ്. അടുത്തതായിട്ട് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. നമ്മുടെ ചെറുപ്പത്തിലും ഇപ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റിംഗ് മുറുക്ക്. നമ്മൾ ഈ മുറുക്കൊക്കെ ഉണ്ടാക്കി വെറുതെ വിരലിലൊക്കെ ഇട്ടിട്ടുണ്ടാവും പല സമയത്തും. അതൊരു രസമായിരിക്കില്ലേ കഴിക്കാൻ. നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റിംഗ് മുറുക്കാണ് അടുത്ത റെസിപ്പി. അപ്പം നമുക്ക് എങ്ങനെയാണ് റിംഗ് മുറുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എത്രയാണോ അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിൻ്റെ സെയിം അളവ് വെള്ളമേ എടുക്കാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, ഒരുപാട് വേണ്ട. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പൊതുവെ റിംഗ് മുറുക്കിൽ അധികം എരിവുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി വേണ്ടാത്ത ആൾക്കാർക്ക് അത് ഉപേക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിന് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിനെ ഓഫ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തേക്കും നന്നായി ഒന്ന് യോജിപ്പിച്ച് നോക്കാം നമുക്ക്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ എഗെയിൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ, 1 ടീസ്പൂൺ
എള്ളും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ കുഴച്ചൊരു ഡോൻ്റെ പരുവത്തിലാക്കണം. വെള്ളം എങ്ങാനും നിങ്ങൾക്ക് കുറവാണ്, വളരെ കുഴയ്ക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം 1 ടീസ്പൂണെങ്കിലും 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം ഒഴിക്കാനും പാടില്ല. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, നന്നായി എല്ലാം കൂടി ബൈൻഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്ന് റിംഗ് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക, കൈകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് അമർത്തി ചെയ്യുക. ഇത് റിംഗ് ആക്കണ്ടെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് നീളത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ റിംഗ് മുറുക്ക് റെഡി. ഇതുപോലെ തന്നെ മറ്റുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് പിള്ളേർക്കൊക്കെ ടൈം പാസിന് പറ്റിയ പരിപാടിയാണ് കേട്ടോ ഈ റിംഗ് മുറുക്ക് ഉണ്ടാക്കൽ. കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. പിന്നെ റിംഗ് ആക്കാൻ മടിയുള്ളവർക്ക് നീളത്തിൽ വേണമെങ്കിലും ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഉള്ളു വേവാൻ മാത്രം കുറച്ചൊന്ന് തിന്നായി ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആവുന്നുണ്ട് നമ്മുടെ റിംഗ് മുറുക്ക്. ഇതുപോലെ തന്നെ ഞാൻ പൊട്ടുകടല കൊണ്ട് മുറുക്കും തോരപ്പരിപ്പ് കൊണ്ടുള്ള മുറുക്കൊക്കെ ഇട്ടിട്ടുണ്ട് റെസിപ്പി. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർക്ക് അതിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുറുക്ക് കണ്ടോ, കളറൊക്കെ ചേഞ്ചായി. ആ സൗണ്ടൊക്കെ നിൽക്കണം കേട്ടോ ഏകദേശം. അപ്പോഴാണ് നമ്മുടെ ഈ റിംഗ് മുറുക്ക് വെന്തു എന്നറിയുക. പൊതുവേ മുറുക്ക് ഐറ്റംസ് എല്ലാം സൗണ്ട് ഏകദേശം നിന്ന് ആ ബബിൾസ് ഒക്കെ വരുന്നതൊക്കെ നിന്നതിന് ശേഷം മാത്രമാണ് എടുക്കുക. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല കറുമുറാന്ന് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കുറച്ച് ദിവസം സൂക്ഷിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഈ റിംഗ് മുറുക്ക്. എള്ളും ജീരകവും ഒക്കെ കൂടി ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. സൂപ്പറായി വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഐറ്റമാണ് കാരസേവ. ഇതവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ, തീരുന്ന വഴി അറിയില്ല. അപ്പം നമ്മുടെ കാരസേവ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി. എരിവ് നിങ്ങൾക്ക് കൂട്ടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 1/8 ടീസ്പൂണോളം ഞാൻ കായപ്പൊടിയും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഇത്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് ഈ ബട്ടറൊക്കെ നല്ലവണ്ണം എല്ലായിടത്തേക്കും ആവുക. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ കുഴച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരുവത്തിലേക്ക് മാറ്റിയെടുക്കണം. ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ, ഒരുപാട് തിന്നാവാൻ പാടില്ല. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിന്റെ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചില്ലിലോണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് പോയി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കരുത്. വളരെ കുറച്ച് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് പിഴിഞ്ഞു കൊടുക്കുക. 1 സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ അത് മറിച്ചിടാനാവും. മിനിറ്റുകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇത് വളരെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും കേട്ടോ. മറിച്ചിടാൻ നമുക്ക് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്ന് അധികം ആവാതെ നോക്കണം. കട്ട പിടിച്ചു കഴിഞ്ഞാൽ ആ പ്ലേസ് വേവാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, സൂപ്പറായിട്ട് നമ്മുടെ കാരസേവ റെഡി ആയി വന്നിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി വിഭവം കേട്ടോ. ചായക്ക് കടിയായിട്ടും ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ചാറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മുകളിലിടാം, ഒക്കെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ചായ വെക്കുന്ന സമയം കൊണ്ടുള്ള ഒരു ചായക്കടി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റവും
വളരെ ഈസിയാണ്, എന്നാൽ നല്ല ക്രിസ്പിയുമായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൂചി ഷെല്ലാണ്. ഇതിന് സൂചി ഷെല്ലെന്നോ ശംഖെന്നോ ഒക്കെ വിളിക്കാം. വളരെ ഈസിയാണ്. അപ്പം അതിങ്ങനെ നോക്കാം. നമുക്ക് കുറച്ച് തേങ്ങ ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകമാണ്, 1 ടീസ്പൂൺ കുരുമുളകും കൂടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നല്ല പേസ്റ്റ് ആയിട്ട് അരക്കരുത്, കുറച്ച് തരിയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അതിലേക്ക് മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് റവയാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള മിക്സിനെ ചേർത്തി കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ റവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ കിട്ടുന്നതാണ്. ഞാൻ രണ്ടാമത് വറുത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കാം. വെള്ളമൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ തേങ്ങയിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉള്ള വെള്ളത്തിൽ ഇരുന്ന് കുഴച്ചെടുത്താൽ മതി. അതെല്ലാ സ്ഥലത്തും ഒന്നിച്ച് യോജിച്ചെത്തണം. കൈകൊണ്ട് നല്ലവണ്ണം തന്നെ അതിനെ മാക്സിമം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിനെ യോജിപ്പിക്കാൻ നോക്കുക. ഇപ്പം ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അതുകൊണ്ട് ഞാൻ വെള്ളം തളിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കൂടുതലായാൽ നമുക്ക് ഇത് ആ ടെക്സ്ചറിൽ ക്രിസ്പിനെസ്സിൽ നമുക്കിത് കിട്ടില്ല. ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ട് ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കുഴക്കാനൊന്നും കേട്ടോ. കാരണം ആ തേങ്ങയിലുള്ള പേപ്പർ കൊണ്ട് തന്നെ കുഴക്കാം. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ആക്കിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെക്കുന്നേ ഉള്ളൂ. ഇതൊരു അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെയൊന്ന് അടച്ചു വെക്കണം. എന്നിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ട്. നിങ്ങൾക്കിത് കുഴക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് വെള്ളമൊന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പം ഇതാ ഞാനിതിനെ ഉരുട്ടിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല ഉരുട്ടാൻ. ഇനി പരത്താം നമുക്ക്. ഈ സൈഡൊക്കെ പൊട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ. അതൊന്നും നമ്മൾ തന്നെ കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് തിന്നായി പരത്തരുത്, കുറച്ച് തിക്നെസ് വേണം. ഇനി അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഫോർക്ക് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരു പീസ് എടുത്ത് ഫോർക്കിൽ ഇതുപോലെ ആ ഫോർക്കിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരുപാട് തിന്നായി ചെയ്താൽ നമുക്കിത് പ്രസ് ചെയ്യാനും ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാവും. എന്നിട്ട് മുകളിൽ നിന്ന് ഫോർക്കിന്റെ അവിടുന്ന് മുകളിൽ നിന്ന് മടക്കിയെടുക്കുക. കണ്ടോ, അടിപൊളിയായിട്ട് ഒരു ശംഖിന്റെ ഷേപ്പിൽ നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ രൂപത്തിലായി. ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളതും ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിന്നായാൽ നമുക്കിത് ഒരിക്കലും ഇങ്ങനത്തെ ഷേപ്പിൽ മടക്കിയെടുക്കാൻ കിട്ടില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ചെയ്യാനായിട്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഞാൻ നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഭയങ്കര സോഫ്റ്റും ക്രിസ്പിയുമാണ് ഈ സ്നാക്ക്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിനെ ഒന്ന് നമുക്ക് എപ്പോഴും അരി കൊണ്ടും മൈദ കൊണ്ടും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റവ കൊണ്ട് ഒരു വെറൈറ്റി സ്നാക്ക്. റവ പൊതുവേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇത് കണ്ടോ, ഇതെങ്ങനെ കളറൊക്കെ മാറുന്നുണ്ട്. ഇത് ബ്രൗൺ കളർ, ഇത് വരുന്നത് റെഡ് കളറിലല്ല കേട്ടോ ആവുന്നത്. ഇത് നമ്മുടെ സാധാരണ മുറുക്കുകളുടെ കളറിലല്ല വരുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇല്ല എങ്കിൽ ഉള്ളു വേവില്ല, അടി കരിയുകയും ചെയ്യും. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് വാങ്ങിയെടുക്കാം. വാങ്ങിയെടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാം. ഇനി ഞാനിതാ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ദീപാവലിക്ക് പറ്റിയ ഒരു സ്നാക്ക്, ഒരു വ്യത്യസ്തമായ സ്നാക്ക് തന്നെയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ. താങ്ക്